Hi friends, welcome to my channel. Today's topic of discussion is auxiliary verbs. Auxiliary verbs are mainly classified into two: primary auxiliaries and modal auxiliaries. Primary auxiliaries are be, do and have, and other auxiliaries are modal auxiliaries. Okay. ഇനി നിങ്ങൾക്ക് ഈ ബി എന്ന് പറയുന്ന വേർഡിൻ്റെ ഫോംസ് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഏത് ഗ്രാമറിൽ ഏത് പോർഷൻ എഴുതുമ്പോഴും ആ ബിയുടെ ഫോംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ബിയുടെ ഫോംസ് എന്ന് പറയുന്നത് ആം, ഈസ്, ആർ അത് പ്രസൻറ്റ് ഫോമാണ്. വാസ്, വെയർ പാസ്റ്റ് ഫോം. ബീൻ V3 ഫോം. ബീയിങ് ഇസ് ദ ING ഫോം ഓഫ് ബി. ഓക്കെ, ആൻഡ് ഡൂവിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് ഡു, ഡസ്, ഡിഡ്. ഹാവിൻ്റെ ഫോംസ് ആണെങ്കിൽ ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി ഓക്സിലറീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബി, ഡു ആൻഡ് ഹാവ് ആർ നോൺ ആസ് പ്രൈമറി ഓക്സിലറീസ്. നെക്സ്റ്റ് ഈസ് മോഡൽ ഓക്സിലറീസ് ഓർ മൊഡാൽ ഓക്സിലറീസ്. വിൽ, ought, shall, should, can, could, may, might, must, ought to, need, dare and used to are known as modal auxiliaries. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റുഡൻസിന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്സിലറീസ് ആർ നോൺ ആസ് ഹെൽപ്പിംഗ് വെർബ്സ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദി കറക്റ്റ് ഫോംസ് ഓഫ് ഓക്സിലറീസ്, കറക്റ്റ് യൂസേജ് ഓഫ് ഓക്സിലറീസ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് മീനിങ് ഓഫ് each and every auxiliary verbs. Am, is, are മലയാളം മീനിങ് is ആകുന്നു. was, were ആയിരുന്നു. has, have ഉണ്ടെന്ന മീനിങ്. ഓക്കെ, I have a car, he has a car. ഓക്കെ, had ഉണ്ടായിരുന്നു. I had a car, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. I had a friend, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഡു, ഡസ് മീൻസ് ചെയ്യുക എന്നുള്ള മീനിങ്. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് ചെയ്തു എന്നുള്ള മീനിങ്ങിൽ വരുമ്പോൾ ഡിഡിലേക്ക് മാറിപ്പോവും കേട്ടോ. ഡിഡാണ് എന്താ പാസ്റ്റ്. ഡു, ഡസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള മീനിങ്. ഡിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ്. ഐ ക്യാൻ എനിക്ക് കഴിയും. ക്യാൻ മീൻസ് കഴിയുമെന്ന. കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു. വില്ലെന്ന് പറഞ്ഞാൽ ആകുമെന്ന. ഉഡെന്ന് പറഞ്ഞാൽ ആയേക്കും. ഷോളെന്ന് പറഞ്ഞാൽ ചെയ്യും. ഷുഡെന്ന് പറഞ്ഞാൽ ചെയ്തേക്കും എന്നുള്ള മീനിങ്ങാണ്. മേ എന്ന് പറഞ്ഞാൽ ചെയ്യട്ടെ എന്ന. മൈറ്റ് എന്ന് പറഞ്ഞാൽ ആയേക്കും. മസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള മീനിങ്ങാണ്. ഇതിന് വരിക മസ്റ്റിന് വരിക. ഇനി നമുക്ക് അടുത്ത് ഒരു 3 ഓക്സിലറീസ് കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ought to. ought to എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. ought to. ഡയർ, ഡയറിന് ധൈര്യപ്പെടുക എന്നുള്ള മീനിങ്ങാണ് ഏതാ ഡയർ വരുന്നത്. നീഡാണെങ്കിലോ ആവശ്യം എന്നുള്ള മീനിങ്ങിലാണ് നീഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ഓക്സിലറീസിൻ്റെ 24 ഓക്സിലറീസിൻ്റെയും മലയാളം മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഡീപ്പിലേക്ക് പോയി നമ്മൾ എന്ത് ചെയ്യണം? അത് വേർഡ്സ് ഫോം ചെയ്ത് മീനിങ്ങിലേക്ക് കൊണ്ടെത്തിക്കണം. അറ്റ് ഫസ്റ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ മീനിങ് ഓഫ് ഓക്സിലറി verbs. Okay, thank you for watching my video.